ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പവർ ട്രാൻസ്മിഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂഷനാണ്, അതായത് വിതരണമാണ്. നമുക്കറിയാം, പവർ ട്രാൻസ്മിഷൻ സമയത്ത്, വൈദ്യുത പ്രേക്ഷണ സമയത്ത് അനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങളും അവയുടെ പരിഹാരങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. പരീക്ഷയ്ക്ക് പറഞ്ഞ ചോദ്യമാണെന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, ഉപയോഗിച്ചുകൊണ്ട് കാണുക, മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈദ്യുത പവർ വിതരണമാണ്. അപ്പോൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു, ഇനി വിതരണമാണ്, പവർ വിതരണം കേട്ടോ, പവർ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഈ പവർ വിതരണം നോക്കുന്ന സമയത്ത് അതിനു വേണ്ടി ഈ പവർ സ്റ്റേഷനിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു 220 അല്ലെങ്കിൽ 440 വോൾട്ടൊക്കെ ആക്കിയിട്ട് ഉയർത്തി ഇങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങനെ അതിനിടയിൽ ഈ ആവശ്യാനുസരണം താഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സബ്സ്റ്റേഷനുകളുണ്ട്. ഓക്കെ, സബ്സ്റ്റേഷനുകളുണ്ട്. ഓക്കെ, സബ്സ്റ്റേഷനുകളുണ്ട്, ധാരാളം സബ്സ്റ്റേഷനുകളുണ്ട്. ഓക്കെ, ഈ സബ്സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നിങ്ങൾ ട്രാൻസ്ഫോമർ ഇരിക്കുന്നുണ്ടാവും അല്ലേ, ട്രാൻസ്ഫോമർ ഉണ്ടാവും. ആ ട്രാൻസ്ഫോമർ വരെ നമ്മൾ പറയാണ്, ശ്രദ്ധിക്കാം. പിന്നെ ശേഷം നമ്മുടെ ട്രാൻസ്ഫോമർ അവിടെ നിന്ന് പറയാൻ പോകണം. അപ്പോൾ ഇതിനിടയിൽ ഈ പവർ സ്റ്റേഷനിലെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് ഉയർത്തിയ 220 അല്ലെങ്കിൽ 440 വോൾട്ട് അത് വ്യത്യസ്ത സബ്സ്റ്റേഷനും കൂടെ വന്ന് അവസാനം നമ്മുടെ നാട്ടിൻപുറങ്ങൾ കാണുന്ന വിതരണ ട്രാൻസ്ഫോമറിലെത്തും. എവിടെ എത്തും? വിതരണ ട്രാൻസ്ഫോമർ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് എത്തും. ഓക്കെ, ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോമർ എത്തും. അവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നോക്ക്, ആ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്ന അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, 11 kV ആണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്കുള്ള ഇൻപുട്ട് മനസ്സിലാക്കാൻ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലേക്കുള്ള അതിൻ്റെ ഇൻപുട്ട്, അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിതരണ ട്രാൻസ്ഫോമർ, നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ കാണുന്ന ട്രാൻസ്ഫോമർ ഇല്ലേ, അതാണ് വിതരണ ട്രാൻസ്ഫോമർ. അതിൻ്റെ ഇൻപുട്ട് വോൾട്ടാണ് എത്രയെന്ന് പറഞ്ഞത്? 11 kV. അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന് 4 വയറുകളാണ് പുറത്തേക്ക് വരിക. ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം 230 വോൾട്ട്. 230 വോൾട്ട് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഇത് ഏത് ട്രാൻസ്ഫോമറാണ്? 11 kV 230 വോൾട്ടായി. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾ പറയും 11 എന്തായി മാറി? 230 വോൾട്ടായി. അപ്പൊ കൂടിയില്ല സാർ, അതുകൊണ്ട് ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നിങ്ങൾ പറയാൻ സാധ്യത ഉണ്ട്. പക്ഷെ എന്ത് ട്രാൻസ്ഫോമർ അല്ല, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അല്ല. എന്ത് ട്രാൻസ്ഫോമർ ആയിരിക്കും? സ്റ്റെപ്പ് ഡൗൺ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം 11 kV അല്ലേ. എന്താണ് ഈ 11 kV? അറിയാം, 11,000 വോൾട്ടാണ്. 11,000 വോൾട്ട് എന്തായാലും മാറി? 230 വോൾട്ടായിട്ട് മാറി. അപ്പൊ കുറയല്ലേ ചെയ്യുന്നത്? കുറയല്ലേ. അപ്പൊ ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, റെഡി ആണല്ലോ. അപ്പൊ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന വിതരണ ട്രാൻസ്ഫോമർ ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അതിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? 11 kV. അതിന്റെ ഔട്ട്പുട്ട് വോൾട്ട് എത്രയാണ്? 230 kV. മനസ്സിലായല്ലോ? റെഡി ആയല്ലോ. ഇനി ഒരു കാര്യം കൂടി പറയാൻ പോകും, അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ പവർ വിതരണ ശൃംഖലയിൽ, അതായത് പവർ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിൽ, പവർ ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് കഴിഞ്ഞാൽ നമുക്കറിയാം പവർ സ്റ്റേഷന് ഉൽപ്പാദിപ്പിച്ച് നമ്മളെ പരിഗത്തുമല്ലോ, അതിനിടയിലുള്ള കാര്യം പറഞ്ഞിട്ടോ. അതിനിടയിൽ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ഒരു സ്ഥലത്ത് മാത്രം. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഒരു സ്ഥലത്ത് മാത്രം. എവിടെയാണ് നമ്മൾ പറഞ്ഞത്? പവർ സ്റ്റേഷനിൽ. പവർ സ്റ്റേഷനിൽ മാത്രമേ എന്തുള്ളൂ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉള്ളൂ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉള്ളൂ പവർ സ്റ്റേഷനിൽ മാത്രം. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എന്താ അറിയോ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. പഠിച്ചു വെക്കാം. അപ്പൊ എവിടെയൊക്കെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കാണുന്നു ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 2 ആൻസറുകൾ പറയാൻ പറ്റും. ഒന്ന്, സബ്സ്റ്റേഷനുകൾ കാണപ്പെടുന്നു. എവിടെ കാണപ്പെടുന്നു? സബ്സ്റ്റേഷനുകളിൽ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എവിടെ കാണപ്പെടുന്നു? സബ്സ്റ്റേഷനുകളിൽ. 2 എഴുതാൻ പറ്റും. വിതരണ ട്രാൻസ്ഫോമറും എന്തുതന്നെയാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, പവർ വിതരണ ശൃംഖലയിൽ, പവർ ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിൽ നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഒരു സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, അത് പവർ സ്റ്റേഷനിൽ മാത്രം. ബാക്കിയുള്ള സബ്സ്റ്റേഷനുകൾ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകൾ, അതായത് വിതരണ ട്രാൻസ്ഫോമർ, അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. റെഡിയാണല്ലോ.
യെസ്. ഇനി അതും കൂടി പഠിച്ചു. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഏത് സ്റ്റെപ്പ് അപ്പ്, ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സ്റ്റെപ്പ് ഡൗൺ. സബ്സ്റ്റേഷന് സ്റ്റെപ്പ് ഡൗൺ ആണ്, വിതരണ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ആണ്. മനസ്സിനുള്ളിൽ കണ്ട് കയറിയല്ലോ. ദെൻ ഇനി വിതരണ ട്രാൻസ്ഫോമറിലേക്ക് മാത്രം ശ്രദ്ധിക്കട്ടോ. വിതരണ ട്രാൻസ്ഫോമർ മാത്രം നമ്മൾ നോട്ട് ചെയ്യാം. നിങ്ങളോട് പറഞ്ഞു അത് പ്രത്യേകം ഒരു മാർക്കിനോ ചിലപ്പോൾ 3 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയയാണ്. അതങ്ങനെ പറയാൻ കാരണം നമ്മൾ വിതരണ ട്രാൻസ്ഫോമർ മാത്രം ഒന്ന് ജസ്റ്റ് വരയ്ക്കുകയാണ്. ഒരു ഔട്ട്ലൈൻ ഇട്ട് വരയ്ക്കുകയാണ്. ഇത് വിതരണ ട്രാൻസ്ഫോമർ. ഏതാണ് സ്റ്റെപ്പ് ഡൗൺ അല്ലേ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അല്ലേ? ഏതാണ് വിതരണ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. ഇൻപുട്ട് എത്രയാണ് പറഞ്ഞത്? ഇൻപുട്ട് എത്രയാണ്? 11 kV. ഏതാണ്? 11 kV. ഔട്ട്പുട്ട് എത്രയാണ്? 230 വോൾട്ട് കേട്ടോ. 230 വോൾട്ട്. എത്ര കമ്പികൾ പുറത്തേക്ക് ഉണ്ട്? 1 2 3 4 വയറുകൾ. 4 വയറിൽ പുറത്തേക്ക് വരുന്നു. ഓക്കെ. അതിൽ 3 വയറിൽ വിളിക്കുന്ന പേരാണ് ഫേസ് ലൈനുകൾ. ഒരു വയറാണ് എന്ത് പറയുക, അതിൽ കറണ്ട് ഉണ്ടാവാത്തൊരു വയറുണ്ട്. ദാറ്റ് ഈസ് കാൾഡ് ന്യൂട്രൽ. ഓക്കെ, എന്താ പറയുക? ന്യൂട്രൽ എന്ന് പറയും. ഓക്കെ. ഇതിലെ ഒന്നാമത്തെ ഫേസ് ലൈൻ നമ്മൾ P1 എന്ന് വിളിക്കുന്നു, രണ്ടാമത്തിനെ P2 എന്ന് വിളിക്കുന്നു, മൂന്നാമത്തിനെ P3 എന്ന് വിളിക്കുന്നു. മനസ്സിലാക്കിയ 3 ഫേസ് ലൈനുകൾ. ഫേസ് ലൈനുകളിലെ കറണ്ട് ഉണ്ടാവുള്ളൂ കേട്ടോ, ന്യൂട്രൽ ലൈന് കറണ്ട് ഉണ്ടാവില്ല. റെഡിയാണല്ലോ? ആ ഫേസ് ലൈൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളുണ്ട്. ആ 4 കാര്യങ്ങൾ പഠിച്ചാൽ ഏത് ചോദ്യങ്ങൾക്കും നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റും. ആ 4 കാര്യമാണ് പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, 2 ഫേസുകൾക്കിടയിലുള്ള, ശ്രദ്ധിക്കുക, 2 ഫേസുകൾക്കിടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 400 വോൾട്ടാണ്. മനസ്സിലാക്കി വെക്കുക. 2 ഫേസുകൾ അങ്ങനെ തന്നെ പഠിപ്പിച്ചു തരണം. എന്തുകൊണ്ട് അങ്ങനെ പഠിക്കാൻ കാരണം? 2 ഫേസുകൾക്കിടയിലെ വോൾട്ടേജ് 400 ആണെന്ന് പറയാൻ കാരണം നോക്കി, ഇതൊരു ഫേസ് അല്ലേ, P1 ഒരു ഫേസ് അല്ലേ, P2 വേറെ ഫേസ് അല്ലേ, അപ്പൊ 2 ഫേസ് ആയാലേ, അപ്പൊ ഇവക്കിടയിൽ എത്ര വോൾട്ടേജ് വരിക? 400 വോൾട്ട്. അപ്പൊ എന്റെ ചോദ്യം, P1 ഉം P3 ഇടയിലെ വോൾട്ട് എത്രയാണ്? എത്ര വരിക? 800 ആണോ? അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തത്? സിമ്പിൾ. P1 എന്താണ്? ഫേസ് ലൈൻ ആണ്. P3 എന്താണ്? വേറെ ഫേസ് ലൈൻ ആണ്. 2 ഫേസ് ലൈനുകളുടെ വോൾട്ടേജ് എത്രയാണ്? 400. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, P1നും എഴുതുന്നില്ല, P1നും P2വിനും ഇടയിലുള്ള വോൾട്ടേജും എത്രയാണ്? 400 വോൾട്ട് നമ്മൾ പറഞ്ഞു. അതുപോലെ P2വിനും P3 ഇടയിലുള്ള വോൾട്ടേജും P1നും P3 ഇടയിലുള്ള വോൾട്ടേജും, P1ഉം P3 എന്താണ്? ഫേസ് ലൈൻ അല്ലേ? ഒക്കെ എത്ര തന്നെ ആയിരിക്കും? 400 വോൾട്ട് തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? എല്ലാം ഫേസ് ആണ്. ഫേസുകൾക്കിടയിലുള്ള വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും? 400 ആയിരിക്കും. അത് P1ഉം P2 കുഴപ്പമില്ല, P2ഉം P3 കുഴപ്പമില്ല, P1ഉം P3 കുഴപ്പമില്ല. 2 ഫേസ് ആണോ അവയ്ക്കിടയിലുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? 400. അതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതിയത് PP 400 എഴുതിയത്. മനസ്സിലായല്ലോ? PP 400. അപ്പൊ ഫേസ്, ഈ PP എന്ന് ഉദ്ദേശം എന്താണ്? ഫേസുകൾക്കിടയിലുള്ള വോൾട്ടേജ് എന്താണ്? 400. ഈ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഷോക്ക് അടിക്കുള്ളൂ കേട്ടോ. മനസ്സിലായി? വോൾട്ടേജ് ഇല്ലാത്ത ലൈന് പോയാണ്ട് തൊട്ടാ ഷോക്ക് അടിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ വരെ കറണ്ട് ഇല്ല, വോൾട്ടേജ് ഒന്നുമില്ല, അപ്പൊ തൊട്ടാ ഷോക്ക് അടിക്കുമോ? നോ. ഉണ്ടെങ്കിലോ ഷോക്ക് അടിക്കും അല്ലേ? അതുപോലെ അപ്പോൾ വോൾട്ടേജ് ഉള്ളിടത്ത് മാത്രമേ ഷോക്ക് അടിക്കുള്ളൂ. പിന്നെ പറയാം. ഓക്കെ. അപ്പൊ ഇനി ഇത് പറയേണ്ട ആവശ്യമില്ല. 2 ഫേസുകൾക്കിടയിലുള്ള വോൾട്ടേജ് എത്രയാണ്? എപ്പോഴും എന്തായിരിക്കും? 400. ഏത് ഫേസ് ആയാലും കുഴപ്പമില്ല, 2 ഫേസ് ആയാൽ മതി. 2 ഫേസ് ആണോ? 400. റെഡിയാണല്ലോ? ഓക്കെ. ഇനി അടുത്തത്, ഒരു ഫേസും ന്യൂട്രനും ഇടയിലുള്ള വോൾട്ടേജ് എന്താണ്? ഫേസിനും ന്യൂട്രനും ഇടയിലുള്ള വോൾട്ടേജ് 230 ആയിരിക്കും. 230 ആയിരിക്കും ഫേസിനും ന്യൂട്രനും. അപ്പോൾ P1 ഒരു ഫേസ് ആണ്, അതിനും ന്യൂട്രനും ഇടയിലുള്ള വോൾട്ടേജ് എത്ര? 230. P2 ഒരു ഫേസ് ആണ്, അതിനും ന്യൂട്രനും ഇടയിലുള്ള വോൾട്ടേജ് എത്രയാണ്? 230. P3 ഒരു ഫേസ് ആണ്, അതിനും ന്യൂട്രനും ഇടയിലുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? 230. അപ്പോൾ 2 ഫേസ്, സോറി, ഒരു ഫേസും ന്യൂട്രനും ഇടയിലുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? 230 ആയിരിക്കും. ഓക്കെ, റെഡി അല്ലേ? ദെൻ അടുത്ത് നോക്കാം, ഫേസിന്, ഫേസ് ഇപ്പൊ നമുക്ക് ഇവിടെ ഭൂമി ഉണ്ട്, എർത്ത് ഉണ്ട് വിചാരിക്കാം. ഇപ്പൊ നമ്മളൊക്കെ നിൽക്കുന്ന എർത്ത് ഉണ്ട് വിചാരിക്കാം. ഇത് ട്രാൻസ്ഫോമർ ആണല്ലോ, ഇതിപ്പോ ഭൂമിയിലെ എർത്തഞ്ഞരിക്കാം. ഈ ഫേസ്, ഒരു ഫേസിനും എർത്തിനും ഇടയിലുള്ള വോൾട്ടേജ് ശ്രദ്ധിക്കട്ടോ, ഫേസിനും എർത്തിനും ഇടയിലുള്ള വോൾട്ടേജും 230 ആണ്. ഫേസിനും എർത്തിനും ഇടയിലുള്ള വോൾട്ടേജ്, ഫേസിനും എർത്തിനും, ഫേസ് ലൈനും ഭൂമിക്കും ഇടയിലുള്ള വോൾട്ടേജ് എത്രയാണ്? 230 ആണ്. മനസ്സിലായല്ലോ പറഞ്ഞത്? ലാസ്റ്റ് വൺ, ന്യൂട്രനും എർത്തിനും ഇടയിലുള്ള വോൾട്ടേജ്. ഇതാണ് ന്യൂട്രൻ. ഈ ന്യൂട്രനും എർത്തിനും ഇടയിലുള്ള വോൾട്ടേജ് 0 വോൾട്ട് ആയിരിക്കും.
0 വോൾട്ട്. ന്യൂട്രനും എർത്തിനും ഇടയിലുള്ള വോൾട്ടേജ് എത്രയായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 4 കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ചോദ്യത്തിനും ആൻസർ ചെയ്യാൻ പറ്റും. ചോദ്യം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്നാമത് നമുക്ക് പഠിക്കേണ്ട 2 ഫേസുകൾക്കിടയിലെ വോൾട്ടേജ് 400 വോൾട്ട്, ഫേസിനും ന്യൂട്രനും ഇടയിലെ വോൾട്ടേജ് 230, ഫേസിനും എർത്തിനും ഇടയിലെ വോൾട്ടേജ് 230, ന്യൂട്രനും എർത്തിനും എത്രയാണ്? 0. അപ്പോൾ എൻ്റെ ചോദ്യം, ഞങ്ങളുടെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഷോക്ക് അടിക്കുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഭൂമിയിൽ നിന്നുകൊണ്ട്, ശ്രദ്ധിക്കട്ടോ, ഭൂമിയിൽ നിന്നുകൊണ്ട്, അതായത് എർത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ന്യൂട്രൽ ലൈൻ തൊടുകയാണെങ്കിൽ അയാൾക്ക് ഷോക്ക് ഏൽക്കുമോ? ഷോക്ക് ഏൽക്കുമോ? എന്തുകൊണ്ട്? നമ്മുടെ ആൻസർ ഷോക്ക് ഏൽക്കുകയില്ല. കാരണം ഈ പോയിന്റ് ഏത്? ന്യൂട്രനും ഭൂമിക്കും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 0 അതുകൊണ്ട് അയാൾക്ക് ഷോക്ക് ഏൽക്കില്ല. A person standing on earth and touching on the neutral line, can that person affect electrical shock? Why? Answer: there is no chance for electrical shock because the potential difference between neutral and the earth line is the 0 volt, so there is no shock. Okay, അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയിൽ നിന്നുകൊണ്ട് ഫേസ് ലൈൻ തൊടുന്നയാൾക്ക് ഷോക്ക് ഏൽക്കുമോ? എന്തുകൊണ്ട്? ആൻസർ: ഷോക്ക് ഏൽക്കും. എന്തുകൊണ്ടാ? ഫേസിനും എർത്തിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട് ആണ്. അതുകൊണ്ട് അയാൾക്ക് ഷോക്ക് ഏൽക്കും. റെഡിയാണല്ലോ? അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ ഈ 4 പോയിന്റ് പഠിച്ചാൽ മതി. മനസ്സിലായിട്ടുണ്ടാവും. ഓരോ പോയിന്റും മനസ്സിൻ്റെ ഉള്ളിലേക്കാണ്ട് കയറണം കേട്ടോ. വേറൊരു ബുക്കിലേക്ക് മാറ്റല്ല വേണ്ടത്, മനസ്സിലേക്കാണ് മാറ്റണം. എന്നാൽ നമ്മൾ ഈ പറയുമ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ കിട്ടുന്ന പോലെ തന്നെ ഓരോന്ന് കിട്ടും. റെഡി ആയല്ലോ? ഇനി നമ്മൾ അടുത്ത ഹൗസ് ഹോൾഡ് വയറിംഗ്, ഗൃഹവൈദ്യുതീകരണത്തിലേക്കാണ് പോകുന്നത്. ഈ ടോപ്പിക്കിൽ ചെറിയ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ തുടങ്ങാം. നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും ഇലക്ട്രിക്കൽ ലൈൻസ് വരും, വൈദ്യുത ലൈന് വരും. അതിൽ ഒരു ലൈനാണ് ഫേസ് ലൈന്. ഫേസ് ലൈനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ലൈവ് വയർ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഫേസ് ലൈനിലാണ് കറണ്ട് ഉള്ളത്, അറിയാമല്ലോ. ദെൻ രണ്ടാമത്തെ ലൈനാണ് ന്യൂട്രൽ ലൈൻ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന 2 ലൈനുകൾ പഠിച്ചു വെക്കുക, ഒന്ന് ഫേസ് ലൈനും ഒന്ന് ന്യൂട്രൽ ലൈനും. ഓക്കെ, അതിൽ വൈദ്യുതി ഉള്ള ലൈനാണ് എന്ത് പറയാം? ഫേസ് ലൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത്, ഇത് നേരെ വരുന്നത് എങ്ങോട്ടാണ്? അപ്പോൾ ഇലക്ട്രിക് ലൈനിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി ആദ്യം എത്തുന്നത് എവിടേക്കാണ് എത്തുന്നത്? യെസ്, വെരി ഗുഡ്, പഠിക്കണം. ആദ്യം നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് kWh മീറ്ററിലേക്കാണ്. അപ്പോൾ നമ്മുടെ പോസ്റ്റിൽ നിന്നും വൈദ്യുതി നേരെ എത്തുന്നത് എല്ലാവരുടെ വീട്ടിലും അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും kWh മീറ്ററിലേക്കായിരിക്കും. ആദ്യം വൈദ്യുതി എത്തുന്നത് kWh മീറ്ററിലേക്കായിരിക്കും. കിലോ വാട്ട് ഹവർ മീറ്റർ എന്നാണ് പറയാം. ഇതെന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി എത്രയെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഉപകരണമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് കണ്ടുപിടിക്കാനാണ് kWh മീറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ചോദ്യം ഇതാണ്, ഇത് എന്തിനാണ് ആദ്യത്തിൽ ഘടിപ്പിക്കുന്നത്? സർക്യൂട്ടിൽ നമ്മുടെ വീട്ടിലുള്ള സർക്യൂട്ടിൽ ആദ്യം ഘടിപ്പിക്കുന്നത് kWh മീറ്റർ ആയിരിക്കും. എന്തുകൊണ്ടാണ് kWh മീറ്റർ സർക്യൂട്ടിൽ ആദ്യം ഘടിപ്പിക്കുന്നത്? വൈ ഡസ് kWh മീറ്റർ അറേഞ്ച്ഡ് ഇൻ ദി ബിഗിനിങ് ഓഫ് ദി സർക്യൂട്ട്? സർക്യൂട്ടിന്റെ ബിഗിനിങ്ങിൽ തന്നെ അത് കൊടുക്കാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ്? ആ സർക്യൂട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സർക്യൂട്ടിന്റെ ആരംഭത്തിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ സർക്യൂട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന വൈദ്യുതി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സർക്യൂട്ടിന്റെ ആരംഭത്തിൽ തന്നെ ഉപയോഗിക്കുന്നത്? kWh മീറ്റർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് അപ്പുറം കൊണ്ട് വെച്ചെന്താ സംഭവിക്കാം? ഇതിന് മുമ്പിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന വൈദ്യുതിന്റെ അളവ് കിട്ടുമോ? കിട്ടില്ല. അവിടുന്ന് അങ്ങോട്ട് ഉപയോഗിക്കുന്നത് കിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം വെച്ച് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന വൈദ്യുതി കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ടു മെഷർ ഇലക്ട്രിസിറ്റി വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദി സർക്യൂട്ട് കംപ്ലീറ്റ്ലി. ഓക്കെ, ആ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മളത് ആദ്യം ഉപയോഗിക്കുന്നത്. ഇനി അടുത്താണ് ഫ്യൂസ്. ഫ്യൂസ് ശ്രദ്ധിക്കണം. ഏത് വയറിലാണ് ഫ്യൂസ് ഘടിപ്പിക്കുക എന്ന് പഠിച്ചു വെക്കണം. ഏത് വയറിലാണ്?
ഫ്യൂസ് ഘടിപ്പിക്കുന്നത് എപ്പോഴും ഫേസ് ലൈനിലാണ് അല്ലെങ്കിൽ ലൈവ് വയറിലാണ്. ഏത് ഘടിപ്പിക്കുന്നത്? ഫ്യൂസ് ഒരിക്കൽ പോലും എവിടെ ഘടിപ്പിക്കാൻ പാടില്ല? ന്യൂട്രൽ ലൈനിൽ ഘടിപ്പിക്കാൻ പാടില്ല, എർത്ത് വയറിൽ ഘടിപ്പിക്കാൻ പാടില്ല. ഏതിൽ മാത്രമേ ഫ്യൂസ് ഉപയോഗിക്കാൻ പാടുള്ളൂ? ഫ്യൂസ് ഉപയോഗിക്കേണ്ടത് ഫേസ് ലൈനിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം വൈദ്യുതി ഒഴുകുന്നത് അവിടെയാണല്ലോ. യെസ്. ഇനി അടുത്തത് ഇനിയാണ് മെയിൻ സ്വിച്ച്. മെയിൻ സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ സർക്യൂട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളിലേക്കുമുള്ള, ശ്രദ്ധിക്കണം, ആ സർക്യൂട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളിലേക്കുമുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയാണ് മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നത്. ആ സർക്യൂട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളിലേക്കുമുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയാണ് മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വീഡിയോ ഒക്കെ വിട്ടുന്ന സമയത്ത് രക്ഷിതാക്കൾ പറയും മെയിൻ സ്വിച്ച് താത്തിക്കുക എന്ന് പറയില്ലേ? എന്തിനാ? മെയിൻ സ്വിച്ച് താത്തി കഴിഞ്ഞാൽ ഒരൊറ്റ ഉപകരണത്തിലേക്ക് എന്ത് കിട്ടില്ല? കറണ്ട് ലഭിക്കൂല. അറിയാലോ. അപ്പോൾ ഒരു സർക്യൂട്ടിലുള്ള എല്ലാ ഉപകരണത്തിലേക്കുമുള്ള വൈദ്യുത ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടിയാണ് ഏത് ഉപയോഗിക്കുന്നത്? മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നത്. മെയിൻ സ്വിച്ച് ഈസ് യൂസ്ഡ് ടു സ്വിച്ച് ഓഫ് ഇലക്ട്രിസിറ്റി ടു ദി ഓൾ ഇൻസ്ട്രുമെന്റ്. സ്വിച്ച് ഓഫ് ദി ഇലക്ട്രിസിറ്റി ടു ഓൾ ഇൻസ്ട്രുമെന്റ് ഇൻ ദി സർക്യൂട്ട്. സർക്യൂട്ടിലുള്ള എല്ലാ ഇൻസ്ട്രുമെന്റിലേക്കുമുള്ള വൈദ്യുതി സ്വിച്ച് ഓഫ് ചെയ്യാൻ, വിച്ഛേദിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. മെയിൻ സ്വിച്ച് ഉപയോഗിക്കുന്നത്. മെയിൻ സ്വിച്ച് പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി പഠിക്കണം. മെയിൻ സ്വിച്ചിൽ നിന്ന് പുതിയൊരു വയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെയിൻ സ്വിച്ചിൽ നിന്ന് പുതിയൊരു വയർ സ്റ്റാർട്ട് ചെയ്യുന്നു. മെയിൻ സ്വിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വയറിന്റെ പേരാണ് എർത്ത് ലൈൻ, എർത്ത് വയർ. ബുക്കിൽ എർത്ത് ലൈന് ഇവിടേക്ക് കൊടുത്തിട്ടുണ്ട്, KWS മീറ്ററിലേക്ക്. തെറ്റാണ്. മെയിൻ സ്വിച്ചിൽ നിന്നാണ് ആര് സ്റ്റാർട്ട് ചെയ്യുന്നത്? എർത്ത് വയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകം പഠിച്ചു വെക്കുക. എർത്ത് വയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? മെയിൻ സ്വിച്ചിൽ നിന്നാണ്. ഓക്കെ, റെഡിയാണല്ലോ? റെഡിയാണല്ലോ. മെയിൻ സ്വിച്ചിൽ നിന്ന് പുതിയൊരു വയർ കൂടി വരുന്നു. ആരാണ് വരുന്നത്? എർത്ത് വയർ കൂടി വരുന്നു. അപ്പൊ ഈ 3 വയറും കൂടി വന്ന സ്ഥിതിക്ക് ഒരു കാര്യം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതായത് നോക്കുക, ഫേസ് ലൈനിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഫേസ്, എർത്ത്, ന്യൂട്രൽ ആണല്ലോ 3 വയറുള്ളത്. പ്രധാനമായി 2 വയർ ഫേസും ന്യൂട്രൽ ആണ്. പക്ഷെ ഫേസും ന്യൂട്രലും എർത്തും പറയുമ്പോൾ ഫേസ് ലൈനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നിറമാണ് റെഡ് കളർ. അപ്പൊ റെഡ് നിറത്തുള്ള വയർ ഉണ്ടെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഫേസിനെയാണ് സൂചിപ്പിക്കുന്നത്, ഫേസിനെ. ദെൻ ന്യൂട്രൽ ലൈൻ സൂചിപ്പിക്കുന്നത് ബ്ലാക്ക് നിറത്തുള്ള വയറാണ്. ബ്ലാക്ക് വയർ സൂചിപ്പിക്കുന്നത്, ബ്ലാക്ക് നിറത്തുള്ള വയർ സൂചിപ്പിക്കുന്നത് ഏതാണ്? ന്യൂട്രൽ ലൈനെയാണ്. എർത്തിനെ സൂചിപ്പിക്കുന്നത് ഗ്രീൻ കളറുള്ള വയറാണ്. എർത്തിനെ സൂചിപ്പിക്കുന്നത് ഗ്രീൻ കളറുള്ള വയറാണ്. അപ്പൊ ഈ 3 കളറുകൾ നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചു വെക്കാം. കൂടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലെ ചിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയാണ്, നമ്മൾ 3 പിൻ പ്ലഗും കൂടി പറയട്ടെ. 3 പിൻ പ്ലഗ് നമുക്കറിയാം. എർത്ത് വയർ, ഈ എർത്ത് വയർ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ഈ 3 പിന്നില് ഇവിടേക്കാണ് കണക്ട് ചെയ്യുന്നത്. ലാർജ് പിന്നിലേക്ക്, വലിയ പിന്നിലേക്കാണ് ആര് കണക്ട് ചെയ്യുന്നത്? എർത്ത് വയർ. ഫേസ് ന്യൂട്രും, ഫേസ് ചെറിയ പിന്നിലേക്ക്, ന്യൂട്രും അടുത്ത ചെറിയ പിന്നിലേക്കാണ്. അപ്പൊ ശ്രദ്ധിക്കണം, എർത്ത് വയർ നമ്മൾ ഈ 2ലേക്കും കണക്ട് ചെയ്തിട്ടില്ല. എർത്ത് വയർ കണക്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഈ വലിയ പിന്നിലേക്കാണ്. ഏത് കണക്ട് ചെയ്യുന്നത്? എർത്ത് വയർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, റെഡിയാണല്ലോ? എർത്ത് വയർ വലിയ പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? എർത്ത് വയർ കണക്റ്റഡ് ലാർജ് പിൻ, മനസ്സിലായല്ലോ? ഓക്കെ, ഇതിലേക്ക് കുത്തുമ്പോൾ, ഒരു പിന്ന് കുത്തുമ്പോൾ ആ ലാർജ് വലിയ തടിച്ച പിന്നുണ്ടാവില്ല 3 പിൻ പ്ലഗിലെ, ആ തടിച്ച പിന്നാണ് ഇവിടെ കയറി പോവുക. അപ്പൊ എർത്ത് വയർ കണക്ട് ചെയ്യുന്ന ആരുമായിട്ടാണ്? ലാർജ് പിന്നുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കാം. ഇനി വീട്ടിൽ നമ്മൾ വയറിങ് ചെയ്യാറുണ്ട് അല്ലെ? വയറിങ് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാണ് ശ്രേണി രീതി, അതായത് സീരീസ് രീതി. രണ്ടാമത്താണ് സമാന്തര രീതി. ശ്രദ്ധിക്കുക, സമാന്തര രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റും. അതിന് ഇംഗ്ലീഷ് പറയും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ വൈദ്യുതീകരണം നടന്നിട്ടുള്ളത്, ഇലക്ട്രിഫിക്കേഷൻ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വയറിങ് നടന്നിട്ടുള്ളത്, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, വയറിംഗ് എന്ന് പറയാറില്ല. നമ്മുടെ ഫിസിക്സിലെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതീകരണം എന്ന് പറയാം. ഓക്കെ, ഇലക്ട്രിഫിക്കേഷൻ നടന്നിട്ടുള്ളത് സമാന്തര രീതിയിലാണ്. ഏത് രീതിയിലാണ്? സമാന്തര രീതിയിലാണ്, അല്ലെങ്കിൽ പാരലൽ രീതിയിലാണ് ഇലക്ട്രിഫിക്കേഷൻ നടക്കുന്നത്. അവിടെ എല്ലാ ഉപകരണം കണക്ട് ചെയ്യുന്ന രീതിയിലാണ്, പാരലൽ രീതിയിലാണ്, സമാന്തരമായിട്ടാണ്. എന്തുകൊണ്ടാണ് സമാന്തരമായി കണക്ട് ചെയ്യാനുള്ള കാരണം? എന്തുകൊണ്ട് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യുന്നില്ല? അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വൈദ്യുതി എത്തി. ഇനി നമ്മുടെ വീട്ടിൽ വൈദ്യുതിയുമായി കണക്ട് ചെയ്തിട്ട് ഒരുപാട് ഉപകരണങ്ങളുണ്ട് അല്ലേ?
ആ ഉപകരണങ്ങളൊക്കെ വൈദ്യുതിയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? രണ്ട് രീതിയിൽ ഉപകരണങ്ങളെ വൈദ്യുതിയുമായി ഘടിപ്പിക്കാൻ പറ്റും. ഒന്ന് ശ്രേണി രീതിയിൽ, ശ്രേണി രീതിയിൽ അതിൽ ഇംഗ്ലീഷ് പറയും സീരീസ് ആയിക്കൊണ്ട്. സീരീസ് ആയിക്കൊണ്ട്, സീരീസ്. രണ്ടാമത്തെ രീതിയാണ് സമാന്തര രീതി. അതിന് ഇംഗ്ലീഷ് പറയും പാരലൽ ആയിക്കൊണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഉപകരണങ്ങൾ ഘടിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഉപകരണങ്ങൾ ഘടിപ്പിച്ചിരുന്ന സമാന്തര രീതിയിലാണ്. എന്തുകൊണ്ടാണ് സമാന്തര രീതിയിൽ ഘടിപ്പിക്കുന്നത്? അപ്പോൾ അതിന് ചില മേന്മകൾ ഉണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് ശ്രേണി രീതിയിൽ ഘടിപ്പിക്കാത്തത്? അതിന് ചില പോരായ്മകൾ ഉണ്ടാവും. അപ്പോൾ ഇതിന് മെറിറ്റും ഉണ്ട്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജും ഉണ്ട്, ഇയാൾക്ക് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ചിത്രം ഒന്ന് വരച്ച് കാണിച്ചു തരാം. ചിത്രം വരച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമതായിട്ട് നമ്മൾ ശ്രേണി രീതി, സമാന്തര രീതി ചിത്രം ഒന്ന് കാണുക. എന്നിട്ട് നമ്മൾ സമാന്തര രീതിയുടെ മേന്മകൾ നമ്മൾ പറയും. മേന്മകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ശ്രേണി രീതിയുടെ പോരായ്മ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സമാന്തര രീതിയുടെ മേന്മ പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ ശ്രേണി രീതിയുടെ പോരായ്മ കിട്ടും. അപ്പോൾ നമ്മൾ സമാന്തര രീതിയുടെ മേന്മ പഠിച്ചു കഴിഞ്ഞാൽ ശ്രേണി രീതിയുടെ പോരായ്മ നമുക്ക് എന്ത് കിട്ടും? ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ചിത്രം വരയ്ക്കാം. നമുക്ക് ഉപകരണത്തിന് സ്ഥാനമായിട്ട് നമ്മൾ ബൾബാണ് കൊടുക്കുന്നത്. നമ്മൾ 3 ബൾബാവാം. ഒരു ബൾബ് അടുത്ത ബൾബിൽ നിന്ന് പാരലാണ് ബൾബാണിത്. ദെൻ മൂന്നാമത്തെ ബൾബ്. റെഡി? 3 ബൾബ്. ആ 3 ബൾബ് കൊടുത്തു. ഈ 3 ബൾബുകളിലേക്കും സ്വിച്ച് കൊടുത്തു. ഒന്നാമത്തെ ബൾബിന് സ്വിച്ച് S1 വിളിക്കുന്നു. ഈ ബൾബിനെ നമ്മൾ B1 എന്ന് വിളിക്കാം. രണ്ടാമത്തെ സ്വിച്ച് S2 എന്ന് വിളിക്കാം. ആ ബൾബിനെ B2 എന്ന് വിളിക്കാം. മൂന്നാം സ്വിച്ചിനെ നമ്മൾ S3 എന്ന് വിളിക്കാം. ആ ബൾബിനെ നമുക്ക് B3 എന്ന് വിളിക്കാം. അങ്ങനെ 3 ബൾബ് കൊടുത്തു. ഈ 3 ബൾബിലേക്ക് നമ്മൾ കറണ്ട് കൊടുക്കുന്നു. അതിനു വേണ്ടി നമ്മൾ ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു 12 വോൾട്ട് ബാറ്ററി കൊടുത്തു. ശ്രദ്ധിക്കണം, ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതാണ് സമാന്തര രീതി. ഈ രീതിയിൽ ഘടിപ്പിച്ചാണ് എന്ത് പറയാം? സമാന്തര രീതിയിൽ ഘടിപ്പിച്ചു എന്ന് പറയാം. ഇനി ശ്രേണിയാണെങ്കിൽ ഇതുപോലെ ആദ്യം നമ്മളെ ബൾബ്, സ്വിച്ച്, ദെൻ ബൾബ്, ദെൻ സ്വിച്ച്, ദെൻ ബൾബ്. റെഡി? ഇവിടെയും ഒരു സ്വിച്ച് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ 12 വോൾട്ട് കൊടുക്കുന്നു. 12 വോൾട്ട് കൊടുക്കുന്നു. ഇത് നമുക്ക് സ്വിച്ച് S1 എന്ന് വിളിക്കാം. ഇത് ബൾബ് B1 എന്ന് വിളിക്കാം. ഇത് സ്വിച്ച് S2 എന്ന് വിളിക്കാം. ഇത് B2 എന്ന് വിളിക്കാം. ഇത് S3 എന്ന് വിളിക്കാം. ഇത് B3. സ്വിച്ചുകൾക്കുള്ള പേരാട്ടോ S3 എന്നുള്ളത്. എളുപ്പത്തിന് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. റെഡി ആണല്ലോ? ഒരു എക്സാമ്പിൾ, ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്ററി എന്നുള്ള വൈദ്യുതി നേരെ ഇതിലൂടെ ഇങ്ങനെ വന്ന് ഈ ബൾബിലേക്ക് എത്തും. ഇത് നെഗറ്റീവ് നേരെ ഇങ്ങോട്ട് എത്തും അല്ലേ? അപ്പോൾ ഈ ബൾബ് പ്രകാശിക്കും അല്ലേ? ബൾബ് ഗ്ലോ ചെയ്യും. എന്നാൽ ഈ ബൾബ് ഗ്ലോ ചെയ്യോ? ഇല്ല. ഇത് ഗ്ലോ ചെയ്യോ? ഇല്ല. അപ്പോൾ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബൾബ് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രവർത്തിപ്പിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട്, അപ്പോൾ ഒന്നാമത്തെ ഒരു മെറിറ്റ് ആയിട്ട് പറയാനുള്ളത് സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. വി ക്യാൻ കൺട്രോൾ ഇൻസ്ട്രുമെന്റ് ബൈ യൂസിങ് സ്വിച്ച്. ഇവിടേക്ക് നോക്കട്ടോ, ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയാൽ ഈ ബൾബ് പ്രകാശിക്കുമോ? ഇല്ല. കാരണം എന്താ? ഈ സർക്യൂട്ട് ഇവിടെ കംപ്ലീറ്റ് അല്ല. ഇവിടെ നിന്ന് വൈദ്യുതി ഒഴുകൂല. അല്ലെങ്കിൽ ഇതിലേക്ക് പോസിറ്റീവ് ഭാഗം, ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് വൈദ്യുതി എത്തിയാൽ പോലും നെഗറ്റീവ് നിന്ന് വൈദ്യുതി ഇത് അതിലൂടെ എത്തില്ല. കാരണം ഇവിടെ ഓഫാണ്, ഇവിടെ ഓഫാണ്. അതുകൊണ്ട് ഈ സ്വിച്ച് ഓൺ ആക്കിയത് കൊണ്ട് B1 എന്ന ബൾബ് കത്തൂല. ഒരു ബൾബ് പ്രകാശിക്കണമെങ്കിൽ, ഇതൊരു ബൾബാണല്ലോ, ശരിക്കും നോക്കിയാൽ മതി കേട്ടോ. ഒരു ബൾബ് പ്രകാശിക്കണമെങ്കിൽ അത് ബാറ്ററിയുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവിൽ നിന്ന് വൈദ്യുതി അങ്ങോട്ട് എത്തണം, നെഗറ്റീവിൽ നിന്ന് വൈദ്യുതി എത്തണം. എന്നാലല്ലേ ബൾബ് പ്രകാശിക്കുള്ളൂ. അറിയാമല്ലോ. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ, മീൻസ് ഈ വയർ ഇവിടെ നിന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ബൾബ് പ്രകാശിക്കോ? ഇല്ല. പോസിറ്റീവ് കൊണ്ട് എത്തുന്നില്ലേ? എത്തുന്നില്ലേ? ഉണ്ട്. പക്ഷെ എന്നാൽ ബൾബ് പ്രകാശിക്കോ? ഇല്ല. അതുപോലെ ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയോണ്ട് ഇവിടെ ഒക്കെ ഓഫ് ചെയ്തത് കൊണ്ട് ഇങ്ങോട്ട് എന്തെത്തൂല? വൈദ്യുതി എത്തൂല. അപ്പൊ ഇവിടെ സ്വിച്ചുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ ബൾബ് കത്തുമ്പോൾ എന്താ ചെയ്യാം? ഈ സ്വിച്ച് ഓൺ ആക്കി കത്തുവോ? ഇല്ല. അപ്പോൾ ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ആക്കണം. അപ്പൊ ഇത് 3 ഓൺ ആക്കിയാൽ ഈ ബൾബ് കത്തുള്ളൂ. പക്ഷെ 3 ഓൺ ആക്കിയാൽ ഈ ബൾബും കത്തും, ഈ ബൾബും കത്തും, ഈ ബൾബും കത്തും. 3 ബൾബും പ്രകാശിക്കും.
അത് പറ്റുമോ നമുക്ക്? ഇല്ല. ഉദാഹരണം ബൾബിന് എന്ത് വാഷിംഗ് മെഷീൻ, എന്ത് ഫ്രിഡ്ജ്, ടി വി എന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കാം. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ടി വി. എനിക്ക് വാഷിംഗ് മെഷീനിൽ അലക്കണമെങ്കിൽ ടി വിയും ഫ്രിഡ്ജും ഓണാക്കേണ്ടി വരും. അത് പറ്റുമോ? ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ ഇത് ഓണാക്കാൻ ഈ സ്വിച്ച് മാത്രം ഇട്ടാൽ മതി, ഇത് ഓണാക്കാൻ ഈ സ്വിച്ച് ഇട്ടാൽ മതി, ഇത് ഓണാക്കാൻ ഈ സ്വിച്ച് ഇട്ടാൽ മതി. ഇത് ഓഫാക്കിയാൽ പിന്നെ ഇത് പ്രകാശിക്കുക ഒന്നും ചെയ്യൂല. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് ഇനി വിശദീകരിക്കുന്നില്ല, പോയിന്റ് പറയാം. സ്വിച്ചുകൾ ഉപയോഗിച്ച് ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നു. എന്താണ്? വി ക്യാൻ കൺട്രോൾ ഇൻസ്ട്രുമെന്റ് ബൈ യൂസിങ് സ്വിച്ച്. സ്വിച്ചുകൾ ഉപയോഗിച്ച് ഉപകരണം നിയന്ത്രിക്കാൻ കഴിയുന്നു. ഒന്നാമത്തെ മെറിറ്റ്. രണ്ടാമത്തത്, എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് ലഭിക്കുന്നു. എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് ലഭിക്കുന്നു. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാരലൽ അല്ലെങ്കിൽ സമാന്തരമായി ഘടിപ്പിച്ചാൽ പ്രതിരോധം, സർക്യൂട്ടിന്റെ പ്രതിരോധം കുറയുന്നു. സർക്യൂട്ടിന്റെ പ്രതിരോധം കുറയുന്നു. ഓക്കെ, 3 പോയിന്റ് പറഞ്ഞു. 1, ഉപകരണങ്ങൾ സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്നു. 2, എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് ലഭിക്കുന്നു. നമ്മുടെ വീട്ടിലെ വരാന്തയിലുള്ള കൊലായിലുള്ള ബൾബിനും അടുക്കളയിലുള്ള ബൾബിനും ഒരേ വോൾട്ടേജ് കിട്ടുന്നത് ആണല്ലോ. ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സമാന്തരമായി ഘടിപ്പിച്ചുകൊണ്ടുള്ള മെച്ചാണ്, പാരലൽ ഘടിപ്പിച്ചുകൊണ്ടുള്ള മെച്ചാണ്. അപ്പൊ 3 പോയിന്റ് പഠിപ്പിക്കുന്നു. 1, എല്ലാ ഉപകരണങ്ങളും സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്നു. 2, എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് ലഭിക്കുന്നു. 3, സർക്യൂട്ടിന്റെ പ്രതിരോധം കുറയുന്നു. റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ഡിക്രീസസ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ശ്രദ്ധിക്കാൻ ഒന്നുകൂടി പറയാം. വി ക്യാൻ കൺട്രോൾ ഓൾ ഇൻസ്ട്രുമെന്റ് യൂസിങ് സ്വിച്ച്. 2, ഓൾ ഇൻസ്ട്രുമെന്റ് ഗെറ്റ് സെയിം വോൾട്ടേജ്. ഓൾ ഇൻസ്ട്രുമെന്റ്സ് ഗെറ്റ് സെയിം വോൾട്ടേജ്. 3, റെസിസ്റ്റൻസ് ഓഫ് ദി സർക്യൂട്ട് ഡിക്രീസസ്. റെസിസ്റ്റൻസ് ഓഫ് സർക്യൂട്ട് ഡിക്രീസസ്. റെഡി ആണല്ലോ. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് എടുത്താണ് ഇതിന്റെ പോരായ്മ. അപ്പൊ നമ്മൾ അഡ്വാൻറ്റേജ് പറഞ്ഞു അല്ലെങ്കിൽ മെറിറ്റ് പറഞ്ഞു, അഡ്വാൻറ്റേജ് പറഞ്ഞു അല്ലെങ്കിൽ മെറിറ്റ് പറഞ്ഞു. അപ്പൊ ഓപ്പോസിറ്റ് ഡിസഡ്വാൻറ്റേജ്, സമാന്തര രീതിയുടെ പോരായ്മകൾ എന്തെല്ലാം ചോദിച്ചാൽ എന്താ പറയാ? ഇത് പഠിച്ചെങ്കിൽ പറയാൻ പറ്റും. ഒന്നാമത്തത്, ഉപകരണ സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുമെന്നല്ലേ പഠിച്ചത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നേരെ ഓപ്പോസിറ്റ്, ഉപകരണ സ്വിച്ചുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയുകയില്ല. വി കനോട്ട് കൺട്രോൾ ഇൻസ്ട്രുമെന്റ്സ് ബൈ യൂസിങ് സ്വിച്ച്. കാൻ ഉള്ളത് കനോട്ടാക്കി മാറ്റിയാൽ മതി. റെഡി ആണല്ലോ. രണ്ടാമത്തെ ഇവിടെ പഠിച്ചത് എന്താണ്? എല്ലാ ഉപകരണവും ഒരേ വോൾട്ടേജ് ലഭിക്കുന്നു. അടുത്ത നേരെ ഓപ്പോസിറ്റ്, എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് ലഭിക്കുകയില്ല. എല്ലാ ഉപകരണങ്ങൾക്കും ഒരേ വോൾട്ടേജ് ലഭിക്കുകയില്ല. ഓൾ ഇൻസ്ട്രുമെന്റ്സ് ഡു നോട്ട് ഗെറ്റ് സെയിം വോൾട്ടേജ്. തേർഡ്, ഇവിടെ എന്താണ്? പ്രതിരോധം കുറയുന്നു. റെസിസ്റ്റൻസ് ഡിക്രീസസ്. അവിടെ എന്താണ്? റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഓക്കെ, റെഡി ആണല്ലോ. ഇത്രയും ഈസിയാണ് ഈ ടോപ്പിക്ക്. മനസ്സിലാക്കി പഠിക്കുക. മനസ്സിലായാൽ പിന്നെ ബുക്കിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റു ടോപ്പിക്കിലേക്ക് വരാം. ടോപ്പിക്ക് KWH മീറ്റർ. KWH മീറ്റർ, കിലോ വാട്ട് അവർ മീറ്റർ എന്ന് പറയാം. നമ്മളെ വൈദ്യുതി നമ്മുടെ വീട്ടിൽ എത്ര ഉപയോഗിച്ചു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മീറ്റർ റീഡർ വരുമല്ലോ. എന്നിട്ട് മൂപ്പര് ബില്ല് നമുക്ക് തരുമല്ലോ. കണ്ടിട്ടില്ല നിങ്ങളെ വീട്ടിലേക്ക് വന്നിട്ട് ബില്ല് തരണത്? ഓക്കെ, ആ ബില്ല് തരുന്നതിന് മുമ്പ് അയാൾ എവിടെയൊക്കെ നോക്കുക? നമ്മുടെ വീട്ടിലെ മീറ്ററിലേക്ക് നോക്കും അല്ലെ. ആ മീറ്ററിൽ നോക്കിയിട്ട് അയാൾ എങ്ങനെയാണ് ബില്ല് കണക്കാക്കുക? അവിടെ എത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്ന് ആ മീറ്റർ നോക്കി അയാൾ കണ്ടുപിടിക്കാൻ പറ്റും. ആ മീറ്റർ നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വൈദ്യുതി യൂണിറ്റിലാണ് സാധനം അളക്കല്. അപ്പോൾ എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉപകരണം 1000 വാട്ട് പവർ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ്. ശ്രദ്ധിക്കാൻ കേട്ടോ, 1000 വാട്ട് പവർ, 1000 വാട്ട് പവറുള്ള ഒരു ഇൻസ്ട്രുമെന്റ് 1 മണിക്കൂർ കൊണ്ട്, ശ്രദ്ധിക്കുക, 1 മണിക്കൂർ കൊണ്ട്, 1 ഹവർ കൊണ്ട് ഉപയോഗിക്കുന്ന വൈദ്യുതോർജത്തിന്റെ അളവാണ് 1 യൂണിറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. 1000 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം, 1000 വാട്ട് പവറുള്ള ഉപകരണം 1 മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കുന്ന വൈദ്യുതോർജത്തിന്റെ അളവാണ് 1 യൂണിറ്റ്. 1 യൂണിറ്റ് മനസ്സിലാക്കി? 1 യൂണിറ്റ് എത്ര മനസ്സിലാക്കിയാൽ മതി? 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം, 1000 വാട്ട് പവറുള്ള ഒരു ഉപകരണം 1 മണിക്കൂർ കൊണ്ട്, 1 ഹവർ കൊണ്ട് ചെലവാക്കുന്ന ഉപയോഗിക്കുന്ന വൈദ്യുതോർജത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 1 യൂണിറ്റ്. ഇത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ദാറ്റ്സ് യൂണിറ്റ് ഈക്വൽ ടു വാട്ടിലുള്ള പവർ, പവർ ഇൻ വാട്ട്, വാട്ടിലുള്ള പവർ. ശ്രദ്ധിക്കുക, വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിലെ സമയം.
സമയം ഹവറിൽ ഇട്ടോ, സമയം പ്രത്യേകം ശ്രദ്ധിക്കുക, മണിക്കൂറിലെ സമയം, ടൈം ഇൻ അവർ. നമ്മൾ ഫിസിക്സിൽ ഈ ഹവർ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന അപൂർവം സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണിത്. ഇവിടെ ഒരിക്കലും സെക്കൻഡിലേക്ക് മാറ്റേണ്ടല്ലേ, ഇവിടെ ഏതിൽ മാത്രം ചെയ്താൽ മതി, മണിക്കൂർ തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇൻറ്റു ബൈ 1000, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, വാട്ടിലുള്ള പവർ, പവർ ഇൻ വാട്ട്, ഇൻറ്റു ടൈം ഇൻ അവർ, സമയം ഹവറിൽ ബൈ 1000, ഇതാണ് യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. കാണാതെ പഠിച്ചു വെക്കുക, ചോദ്യം വരാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യം നമുക്ക് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ് 65ാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ വീഡിയോക്ക് താഴെ കാണാം. ഒരു വീട്ടിൽ 20 വാട്ടിൻ്റെ 5 CFL ലാമ്പുകൾ 4 മണിക്കൂറും 60 വാട്ടിൻ്റെ 4 ഫാനുകൾ 5 മണിക്കൂറും 100 വാട്ടിൻ്റെ TV 4 മണിക്കൂറും പ്രവർത്തിക്കുന്നു എങ്കിൽ ഒരു ദിവസം വാട്ട് അവർ മീറ്ററിൽ എത്ര യൂണിറ്റ് ഉപയോഗം രേഖപ്പെടുത്തും? അതായത് അങ്ങനെയെങ്കിൽ വാട്ട് അവർ മീറ്ററിൽ എത്ര യൂണിറ്റ് കാണിക്കുമെന്നാണ് ചോദ്യം. അതിൽ എൻ്റെ വക ആഡ് ചെയ്ത ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് വെക്കുക, അതിൽ കൂട്ടിച്ചേർക്കാം. യൂണിറ്റിന് 5 രൂപ നിരക്കിൽ ഒരു മാസത്തെ വൈദ്യുത ബില്ല് കണക്കാക്കുക. യൂണിറ്റിന് 5 രൂപ നിരക്കിൽ ഒരു മാസത്തെ വൈദ്യുത ബില്ല് കണക്കാക്കുക. ഇങ്ങനെ ചോദ്യം കിട്ടുമ്പോൾ ആൻസർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ എത്ര ഉപകരണമുണ്ട് എന്നാണ്. ഇവിടെ നോക്കുക, ഇവിടെ CFL ഉണ്ട്, ഫാൻ ഉണ്ട്, TV ഉണ്ട്. ആ ഉപകരണങ്ങളും അതിൻ്റെ പവറും അത് പ്രവർത്തിക്കുന്ന സമയം കൂടി നമ്മൾ ആദ്യം ഒന്ന് നമ്മുടെ പേപ്പറിലേക്ക് എഴുതി വെക്കണം. ഫോർ എക്സാമ്പിൾ ഈ രീതി ചെയ്യാം. നോക്കുക, CFL പവർ എത്രയാണ്? 20 പവർ, അല്ല 20 വാട്ട്. അപ്പോൾ 20 വാട്ടാണ് പവർ. ഓക്കെ, ഒരു സൈഡിലേക്ക് എഴുതിയാൽ മതി. 20 വാട്ടാണ് പവർ, അത് CFL അല്ലേ. അപ്പോൾ 20 വാട്ടിൻ്റെ CFL ഉണ്ട്. CFL എത്ര ഉണ്ട്? എത്ര CFL ഉണ്ട്? 20 വാട്ടിന് 5 CFL. ഓക്കെ, 5 CFL ഉണ്ട്. ഓക്കെ, 5 CFL ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 20 വാട്ടിൻ്റെ 5 CFL. ഓക്കെ, 5 CFL വർക്ക് ചെയ്യുന്ന സമയം എത്രയാണ്? 4 അവറാണ്. 4 അവർ വർക്ക്, ചുരുക്കി എഴുതുന്നത് മാത്രമേ ഉള്ളൂ, 4 അവർ. അതുപോലെ 60 വാട്ടിൻ്റെ ഫാനുണ്ട്. 60 വാട്ടിൻ്റെ ഫാനുണ്ട്. എത്ര ഫാനുണ്ട്? 4 ഫാനുകളുണ്ട്. 4 ഫാൻ, 60 വാട്ടിൻ്റെ 4 ഫാനുണ്ട്. അത് എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്? 5 മണിക്കൂർ, 5 അവർ വർക്ക് ചെയ്യുന്നു. പിന്നെന്താ ഉള്ളത്? പിന്നെ ഒരു TV ഉണ്ട് അല്ലേ, 100 വാട്ടിൻ്റെ TV ഉണ്ട്. 100 വാട്ടിൻ്റെ ഒരു TV ഉണ്ട്. വർക്ക് ചെയ്യുന്ന സമയം എത്രയാണ്? 4 മണിക്കൂർ, 4 അവർ. ഇത്രയാണ് സംഭവം ഉള്ളത്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ആരൊക്കെ ഒരേ സമയം വർക്ക് ചെയ്യുന്നത് നോക്കുക, അവരൊരുമിച്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇപ്പോൾ നോക്കുക, ഇവിടെ CFLും TVയും വർക്ക് ചെയ്യുന്ന 4 മണിക്കൂറാണ്. അപ്പോൾ അവർ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്യുന്ന രീതി നോക്കുക. അപ്പോൾ CFL നമുക്ക് എന്താ ഇക്വേഷൻ? എന്താ യൂണിറ്റ് മെഡിക്കൽ ഇക്വേഷൻ? നമുക്ക് അറിയാമല്ലോ. എന്താ ഇക്വേഷന്? യൂണിറ്റ് ഈക്വൽ ടു ഞാൻ ചുരുക്കിയാണ് ഇത്, നിങ്ങളങ്ങനെ എഴുതരുത്. പവർ അല്ലേ, പവർ ഏതിലാണ്? വാട്ടിലായിരിക്കണം പവർ, ഇൻറ്റു സമയം അല്ലേ. സമയത്തിന് എന്തിലാണ് സമയം വരേണ്ടത്? സമയം ഹവറിലായിരിക്കണം, മണിക്കൂറിലായിരിക്കണം അല്ലേ. ബൈ എന്താണ്? 1000. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം ഇതിലേക്ക്? പവർ വേണം, വാട്ടിലുള്ള പവർ വേണം, സമയം വേണം അല്ലേ. അത് രണ്ടും മതി അല്ലേ. എല്ലാ ഡീറ്റെയിൽസ് തന്നെ നമ്മൾ ചെയ്താൽ മാത്രം മതി. നമ്മൾ ഒരേ സാധനം നോക്കുക, ഒരേ സമയം വർക്ക് ചെയ്യുന്നത് ആദ്യം നോക്കാം. ഇവൻ 4 മണിക്കൂറാണ്, ഇവൻ 4 മണിക്കൂറാണ്. അപ്പോൾ ഇവരുടെ ആകെ പവർ നമ്മൾ എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാം. ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. CFLൻ്റെ പവർ കണ്ടുപിടിക്കുക അല്ലേ. CFLൻ്റെ ആകെ പവർ, CFLൻ്റെ ടോട്ടൽ പവർ ടോട്ടൽ പവർ എത്രയാണ് പവർ വരിക? ഒരു CFLൻ്റെ പവർ എത്രയാണ്? 20 ആണ്. അങ്ങനത്തെ എത്ര ഉണ്ട്? 20 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 100 W അല്ലേ. 100 W ആണ് നമുക്കറിയാം. പിന്നെ ആരുള്ളത്? TV ഒരേ സമയമല്ലേ, രണ്ടും ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്ന രണ്ടും ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ TVയുടെ പവർ അല്ലേ, TVയുടെ പവർ, ടോട്ടൽ പവർ എന്ന് വേണ്ട, പവർ. ഓക്കെ, പവർ എത്രയാണ്? പവർ 100 W. അപ്പോൾ ടോട്ടൽ പവർ എത്രയാണ്? ടോട്ടൽ പവർ ആകെ പവർ എത്രയാണ്? ഇവിടെ 100 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. ടോട്ടൽ 100 + 100 = 200. അപ്പോൾ ആകെ പവർ എത്ര കിട്ടി? 200 കിട്ടി അല്ലേ. വർക്ക് ചെയ്യുന്ന ടൈം എത്രയാണ്? സമയം എത്രയാണ്? ടൈം എത്രയാണ്? സമയം എത്രയാണ്? ഇതാ 4 മണിക്കൂറാണ്, 4 അവർ. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷന് കൊടുക്കുകയാണ്. ഇക്വേഷന് കൊടുക്കുകയാണ് നേരെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ എഴുതാം.
കൊടുക്കുന്ന സമയത്തെ പവർ എത്രയാണ് കിട്ടിയത്? 200. അപ്പോൾ യൂണിറ്റ് ഈക്വൽ ടു പവർ 200 ഇൻറ്റു സമയം എത്രയാണ്? സമയം 4 മണിക്കൂർ. 4/1000. ഓക്കെ, റെഡിയാണല്ലോ? 1000. അപ്പോൾ നമ്മൾ റെഡ്യൂസ് ചെയ്യാം. ഈ 0 കൂടി വെട്ടിക്കളയാം. ബാക്കി അടുത്തത് ഈ 0 കൂടി വെട്ടിക്കളയാം. ഇനി വെട്ടുകൊള്ളാത്ത ആരൊക്കെ ഉള്ളത്? അത് നേരെ എഴുതാം. ദാറ്റ് ഈസ് 2 × 4/10. ഇവിടെ 10 ഉള്ളൂ. 2 4 എത്രയാണ്? 8 ആണ് ആൻസർ. ഡിവൈഡ് ബൈ 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8 യൂണിറ്റ് ആണ് ചിലവാകുക. 0.8 യൂണിറ്റ്. റെഡി അല്ലേ? 0.8 യൂണിറ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഒരു കേസ് കഴിഞ്ഞു. നമുക്ക് ആർക്ക് മാത്രമേ ഉള്ളൂ? ഫാന് ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ CFL-ഉം TV ഉപയോഗിക്കുന്ന സമയത്ത് എത്ര കറണ്ട് ചിലവാകുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഫാൻ ഉപയോഗിക്കുന്ന സമയത്ത് എത്ര കറണ്ട് ചിലവാകുമെന്നാണ് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത്. റെഡിയാണല്ലോ? അപ്പോൾ അതും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി കൂട്ടുക. ഇപ്പോൾ TV-യും അതുപോലെ CFL-ഉം ഉപയോഗിക്കുന്ന സമയത്ത് ലഭിച്ച കറണ്ട് ഇതാണ്. ഇനി ഫാനും കൂടി ഉപയോഗിക്കുന്ന സമയത്ത് എത്ര കറണ്ട് ചിലവാകും നോക്കിയിട്ട് രണ്ടും കൂടി കൂട്ടിയാൽ ഒരു ദിവസം എത്ര കറണ്ട് ചിലവാകുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. റെഡിയാണല്ലോ? നമുക്ക് അതും കൂടി ചെയ്ത് നോക്കാം. ഇനി ഓക്കെ നോക്കുക. ഇനി 60 വാട്ടിൻ്റെ ഫാനാണല്ലോ അല്ലേ? 60 വാട്ടിൻ്റെ ഫാന്. അപ്പോൾ ഫാനിൻ്റെ ആകെ പവർ എത്ര വരിക? ആകെ പവർ ഓക്കെ ഫാനിൻ്റെ പവർ അല്ലേ? ഫാനിൻ്റെ ടോട്ടൽ പവർ, ഒരു ഫാനിൻ്റെ പവർ എത്രയാണ്? ഒരു ഫാനിൻ്റെ പവർ 60W. അപ്പോൾ 60 ഇൻറ്റു അങ്ങനത്തെ എത്ര ഫാനുണ്ട്? 4 ഫാനുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 4 24 240 വാട്ട്. പ്രവർത്തിക്കുന്ന സമയം ടൈം എത്രയാണ്? എത്ര ടൈമാണ് വർക്ക് ചെയ്യണത്? വർക്ക് ചെയ്യുന്ന ടൈം 5 മണിക്കൂർ, 5 അവർ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? യൂണിറ്റ് കണ്ടുപിടിക്കണം. യൂണിറ്റ് ഈക്വൽ ടു പറയൂ. പവർ എത്രയാണ്? പവർ 240 240 ഇൻറ്റു വർക്ക് ചെയ്യുന്ന സമയം എത്രയാണ്? 5/1000. 0 വെട്ടി. ഇനി 24 × 5 ഗുണിക്കണ്ടേ? 24 × 5 4 20. റിമൈൻഡർ 2 2 × 4 8 + 2 10. ഓക്കെ, സോറി 12. ഓക്കെ, 12/100. മനസ്സിലായല്ലോ? 0 വെട്ടി. 5 4 20 0 എഴുതി. സിസ്റ്റം 2 ഉണ്ട്. 2 × 5 10 10 + 2 12. ഓക്കെ, വീണ്ടും ഈ 0 വെട്ടി. ബാക്കി എത്ര ഉള്ളത്? 12/10. 12/10 എത്ര വരിക? ഓക്കെ, 1.2. അപ്പോൾ 1.2 യൂണിറ്റ്. ശ്രദ്ധിക്കണം, 1.2 യൂണിറ്റ് ആണ് ഫാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വൈദ്യുതി. ഓക്കെ, അപ്പോൾ ആകെ ഒരു ദിവസത്തെ വൈദ്യുതി എത്രയാണ്? ആകെ വൈദ്യുതി അല്ലെങ്കിൽ ടോട്ടൽ യൂണിറ്റ് ഈക്വൽ ടു 0.8 ഉണ്ട് ഇവിടെ അല്ലേ? 0.8 + 1.2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ്. 1.2 + 0.8 2 യൂണിറ്റ്. റെഡിയാണല്ലോ? 2 യൂണിറ്റ്. അപ്പോൾ ഒരു ദിവസം ചിലവാകുന്ന 2 യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ therefore ഒരു മാസം ചിലവാണ് എത്രയാണ്? 1 month ചിലവാണ് എത്രയാണ്? ഒരു മാസം എത്രയാണ്? 30 ദിവസമാണ് ഫിസിക്സിലെ ഒരു മാസം എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ 30 ദിവസമാണ്. ഒരു ദിവസം 2 യൂണിറ്റ് അല്ലേ? അപ്പോൾ 30 ദിവസം എത്രയായിരിക്കും? 30 × 2 30 × 2 30 × 2 എത്രയാണ് ആൻസർ വരിക? 60 യൂണിറ്റ് ആണ് ഒരു ദിവസം വരിക. ഓക്കെ, ഒരു ദിവസം 60 യൂണിറ്റ്. നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റിന് അല്ലേ? 1 യൂണിറ്റിന് എത്ര രൂപയാണ്? 5 രൂപ അല്ലേ? 5 രൂപയാണ്. അങ്ങനെയെങ്കിൽ 60 യൂണിറ്റിന് എത്ര വരും? പൈസ എത്ര വരും? therefore ഇലക്ട്രിസിറ്റി ബിൽ ഈക്വൽ ടു ഒരു യൂണിറ്റിന് 5 രൂപ. അപ്പോൾ 5 × 60 അങ്ങനെ ചെയ്യാം. ഒരു യൂണിറ്റിന് 5 രൂപയാണ് അല്ലേ? ഒരു യൂണിറ്റിന് നമുക്കറിയാം 1 യൂണിറ്റിന് 5 രൂപയാണ്. 5 രൂപയാണ്. ആകെ എത്ര യൂണിറ്റ്? 60 യൂണിറ്റ് ഉണ്ട്. ഒരു മിഠായിക്ക് 5 രൂപയാണെങ്കിൽ 60 മിഠായിക്ക് എത്ര കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ അല്ലേ? അപ്പോൾ 5 × 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 300. അപ്പോൾ RS 300. അപ്പോൾ നോക്കുക, RS 300 ആണ് ഒരു മാസത്തെ കറണ്ട് ബില്ല് വരിക. ഓക്കെ, റെഡിയാണല്ലോ? ഇതാണ് കണക്ക്. അപ്പോൾ നമ്മൾ എപ്പിസോഡ് അവസാനിപ്പിക്കാം.
ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ ചാപ്റ്ററിനെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ.